ജലഗതാഗതം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം 1986 ഒക്ടോബർ 27. ആസ്ഥാനം നോയിഡ. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968. ആസ്ഥാനം ആലപ്പുഴ. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഗായിഘട്ട്, പാട്ന. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ഏഴിമലയിലാണ്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25 ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളെക്കുറിച്ച് പഠിക്കാം. നാഷണൽ വാട്ടർവേ 1 അലഹബാദ് ഹാൽദിയ. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലൂടെ ഉത്തർപ്രദേശിലെ അലഹബാദിനെയും പശ്ചിമ ബംഗാളിലെ ഹാൽദിയെയും ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നു. 1986 ഒക്ടോബറിലാണ് ഒരു ദേശീയ ജലപാതയായി ഈ ജലഗതാഗത മാർഗത്തെ ഉയർത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് ഇത്. 1620 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. നാഷണൽ വാട്ടർവേ 2 സാദിയ ദുബ്രി. ബ്രഹ്മപുത്ര നദിയിൽ അസാമിലെ സാദിയ, ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള ദുബ്രി എന്നീ സ്ഥലങ്ങളെ ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നു. 1988 സെപ്റ്റംബർ 1 ഈ ദേശീയ ജലപാതയെ അംഗീകരിക്കുന്നത്. 891 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. നാഷണൽ വാട്ടർവേ 3 കൊല്ലം, കോഴിക്കോട്. PSC പരീക്ഷകളിൽ കൊല്ലം, കോട്ടപ്പുറം എന്ന് കണ്ടിട്ടുണ്ടാവാം. കോട്ടപ്പുറം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് കോഴിക്കോട് ജില്ല വരെയായി നീട്ടിയിട്ടുണ്ട്. 1993 നിലവിൽ വന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. 365 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. നാഷണൽ വാട്ടർവേ 4 കാക്കിനഡ, പുതുച്ചേരി. 2008 ഒക്ടോബറിലാണ് ദേശീയ ജലപാത 4 നിലവിൽ വരുന്നത്. ഗോദാവരി, കൃഷ്ണ നദികളിലൂടെ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. 1095 കിലോമീറ്ററാണ് നീളം. നാഷണൽ വാട്ടർവേ 5 താൽച്ചാർ, ധാമ്ര. 2008 ദേശീയ ജലഗതാഗത പാതയായി പ്രഖ്യാപിച്ചത്. ബ്രാഹ്മിണി നദി, മഹാനദി ഡെൽറ്റകളെ ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് കനാലിലൂടെയുള്ള താൽച്ചർ മുതൽ ധാമ്ര വരെയാണ് ബന്ധിപ്പിക്കുന്നത്. 623 കിലോമീറ്ററാണ്. നാഷണൽ വാട്ടർവേ 6 ലക്കിപൂർ, ഭാഗ്ര. ബരാക്ക് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 121 കിലോമീറ്ററാണ് നീളം. നിലവിൽ വന്നത് 2016. ഇനി നമുക്ക് കേരളത്തിലെ ദേശീയ ജലപാതകളെക്കുറിച്ച് നോക്കാം. ആകെ 5 ദേശീയ ജലപാതകളാണ് കേരളത്തിലുള്ളത്. എന്നാൽ പൂർണ്ണമായും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം 4. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒരെണ്ണം നമ്മൾ പഠിച്ചു, നാഷണൽ വാട്ടർവേ 3 പഠിച്ചു, കൊല്ലം, കോഴിക്കോട്. അടുത്തത് നാഷണൽ വാട്ടർവേ 8 ആണ്. ആലപ്പുഴയെയും ചങ്ങനാശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണിത്. നീളം 28 കിലോമീറ്റർ. നാഷണൽ വാട്ടർവേ 9 ആലപ്പുഴയെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആലപ്പുഴയെയും കോട്ടയത്തെ അതിരമ്പുഴയെയാണ് ബന്ധിപ്പിക്കുന്നത്. 38 കിലോമീറ്ററാണ്. നാഷണൽ വാട്ടർവേ 59
കോട്ടയത്തെയും വൈക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതും 28 കിലോമീറ്ററാണ്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതുമായ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 13. AVM കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. AVM എന്ന് പറഞ്ഞാൽ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്ന് ഫുൾ ഫോം. ഇതിൻ്റെ നീളം 11 കിലോമീറ്ററാണ്. പൂവാറിനെയും ഇരയിമൻ തുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നമുക്ക് കൊച്ചി വാട്ടർ മെട്രോ കൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2023 ഏപ്രിൽ 25 ഉദ്ഘാടനം നടന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഉദ്ഘാടനം നടന്നത്. ഈ സെയിം ഡേറ്റിൽ തന്നെയാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനവും നടന്നത്. എന്നാൽ ഹൈക്കോർട്ട് ടെർമിനലിൽ 3 ബോട്ടുകൾ കൊച്ചി കായലിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് വ്യവസായ മന്ത്രിയായ P. രാജീവാണ്. 2023 ഏപ്രിൽ 26 ഫ്ലാഗ് ഓഫ് ചെയ്തത്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യത്തെ ബോട്ടാണ് മുസിരിസ്. 78 ബോട്ടുകളാണ് കൊച്ചി മെട്രോയ്ക്ക് ഉള്ളത്. മൊത്തം 76 കിലോമീറ്ററുകളാണ്. 10 ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 15 റൂട്ടിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ആകെ 38 ജെട്ടികളാണ് ഉള്ളത്. ഈ പദ്ധതിക്ക് വേണ്ടി സഹകരിച്ചത് ഇൻഡോ ജർമ്മൻ സാമ്പത്തിക സഹകരണത്തിന് കീഴിൽ ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KfW ആണ്. ഇതിൻ്റെ 74% കേരള ഗവൺമെൻറ്റും 26% കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റുമാണ് ചിലവഴിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് കൺട്രോൾ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റവും ലോകത്തിലെ ഏറ്റവും വലിയ നഗര ജലഗതാഗത സംവിധാനവും കൊച്ചി മെട്രോ തന്നെയാണ്. ഇനി നമുക്ക് സീപ്ലെയിൻ കൂടി നോക്കാം. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് 2024 നവംബർ 11 കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ സർവീസ് നടത്തിയത് കൊച്ചി മുതൽ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി വരെയാണ്. ഡി ഹാവിലാൻഡ് കാനഡ സീപ്ലെയിനാണ് ഉപയോഗത്തിലുള്ള വിമാനം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രാദേശിക കണക്ടിവിറ്റി സംരംഭമായ ഉഡാൻ പദ്ധതി പ്രകാരമാണ് ഈ സേവനം പുനരാരംഭിച്ചത്. റൺവേക്ക് പകരം ജലത്തിലൂടെ നീങ്ങി ടേക്ക് ഓഫ് നടത്താനും ജലത്തിൽ തന്നെ ലാൻഡിംഗ് നടത്താനും കഴിയുന്ന വിമാനങ്ങളാണ് സീപ്ലെയിനുകൾ. ഇത് വിമാനത്താവളങ്ങളും ജലാശയങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. 2013 ജൂൺ 2 കൊല്ലത്ത് കൈരളി ഏവിയേഷൻ ഉദ്ഘാടന പറക്കലോടെയാണ് ഇത് ആദ്യമായി ആരംഭിച്ചത്. എന്നാൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ എതിർപ്പ് കാരണം വാണിജ്യ പ്രവർത്തനങ്ങൾ വൈകി.